അഘോരി, ദ സീക്രട്ട് ഓഫ് ടൈം ആൻഡ് ക്രൈം. അകലെ താഴെ ഹിമാലയ മലഞ്ചെരുവിലെ പാതയോരത്ത് ത്രയംബക മഹാരാജ് ബാബ മറ്റു 2 പേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാൽ മൃതശരീരത്തിലില്ല. ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു. അഘോരം, അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതെ, അതിനിഗൂഢമായ എന്തോ ഒന്ന്. അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. വക്ത്രലക്ഷ്മി പരീവാഹ ചലൻ മീനാഭലോചന. വക്ത്രലക്ഷ്മി, മുഖമാകുന്ന ലക്ഷ്മി, ഐശ്വര്യം നിറഞ്ഞ മഹാലക്ഷ്മിയായ ദേവിയുടെ ഭാവം, മുഖമാകുന്ന ലക്ഷ്മി, പരീവാഹ, അത് നിറഞ്ഞ അല്ലെങ്കിൽ പ്രവാഹം, ലക്ഷ്മി പ്രവാഹം ഒരു സാധകൻ ഉണ്ടാകുന്ന അനുഭവമാണ്. ഐശ്വര്യം തെങ്ങി നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ ഒരു മനുഷ്യന്റെ പൂർണ്ണതയാണ് സൂചിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ പൂർണ്ണനാവുന്നത് അവന്റെ ആഗ്രഹങ്ങളൊക്കെ നേടിക്കഴിയുമ്പോഴാണ്. എന്താണ് ഐശ്വര്യം എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്? ലക്ഷ്മി, ധനം എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താ ധനം? ചിലർ പറയും വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറയും. ചിലര് കാറും വീടും ബംഗ്ലാവുമാണ് ധനം എന്ന് ഉദ്ദേശിക്കുന്നത്. ചിലര് നല്ല ബന്ധുബലമുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ധനമാണ് എൻ്റെ കുടുംബം എന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ ഓരോ ആളുകളും അവർക്ക് ആഗ്രഹമുള്ളത് നേടുമ്പോൾ അവർക്കൊരു പൂർണ്ണത ഫീൽ ചെയ്യും. ഈ പൂർണ്ണതയുള്ള അവസ്ഥ ഫീൽ ചെയ്യുന്ന അവസ്ഥയാണ് ധനവാനാകുക, സമ്പന്നനാകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് കോടികളുടെ ആസ്തിയുണ്ട് ഒരാൾക്ക്. അയാൾക്ക് മൊത്തം ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ള അസുഖങ്ങളാണ്. ഇഷ്ടമുള്ളത് വാങ്ങിച്ച് തിന്നാം, പക്ഷെ കഴിക്കാൻ പറ്റത്തില്ല. കഴിച്ചാൽ ചത്തുപോകുന്നുണ്ടെങ്കിലും മനസ്സമാധാനം ഒട്ടുമില്ലെങ്കിൽ കോടികളുടെ ആസ്തിയുണ്ട്, ഈ ധനം കൊണ്ട് വല്ല പ്രയോജനം? എന്നാ ധനം കൊണ്ട് അതിനും പ്രാധാന്യമുണ്ട്, ഇല്ലെന്നല്ല, നിന്ദിക്കല്ല, ലക്ഷ്മിയെ നിന്ദിക്കല്ല. അപ്പൊ ഒരാളുടെ പൂർണ്ണതയായ ആനന്ദമയ കോശം ഉണരുമ്പോഴാണ് ഒരാൾ ധനവാനായി എന്നുള്ള തോന്നൽ വരുന്നത്, അല്ലേ? അലക്സാണ്ടർ ഡയോജനസിനെ കാണാൻ ചെല്ലുന്ന ഒരു രംഗമുണ്ട്. ഡയോജനസ് വലിയൊരു സ്പിരിച്വൽ മാനാണ്, മിസ്റ്റിക്കാണ്. അദ്ദേഹം കടപ്പുറത്ത് വെയിൽ കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ അലക്സാണ്ടർ വന്നിരുന്ന് അടുത്ത് വന്നിട്ട് പറയാണ്, അങ്ങേക്ക് എന്താണ് വേണ്ടത്? ഞാൻ വേണ്ടത് ചെയ്തു തരാം. നിങ്ങൾ ആരാണ്? ഞാൻ അലക്സാണ്ടർ ചക്രവർത്തിയാണ്. കണ്ടിട്ടൊരു പിച്ചക്കാരുടെ കൂട്ടുണ്ടല്ലോ, അതെന്താ? അല്ല, നിങ്ങളിപ്പോഴും നിങ്ങളുടെ ആർത്തി തീർന്നിട്ടില്ല. നിങ്ങളിപ്പോഴും ഉള്ളിൽ ദരിദ്രനാണ്. ഈ ലോകം മുഴുവൻ കീഴടക്കിയിട്ട് പിന്നെയും കീഴടക്കണം, വലുതാക്കണം. നിങ്ങൾക്ക് അപ്പോൾ ഒരു ദാരിദ്ര്യം മാനസികാവസ്ഥയാണ്. ഞാനിവിടെ പൂർണ്ണനാണ്, എനിക്കൊന്നിന്റെ ആവശ്യമില്ല. പറ്റുമെങ്കിൽ നിങ്ങൾ എന്നിലേക്ക് വരുന്ന സൂര്യനെ മറച്ചു നിർത്തിയിരിക്കുന്ന നിങ്ങളുടെ ആ ശരീരം ഒന്ന് മാറ്റി സ്ഥാപിച്ചാൽ എനിക്ക് വെയിൽ കിട്ടും, ഉപദ്രവിക്കാതിരിക്കാം. നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന ആ ഒരു കാര്യമാണ് ഇപ്പോൾ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു പൂർണ്ണത എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയാണ്. ഒരാൾ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? മാസ്ലോ ഹൈറാർക്കി ഓഫ് നീഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഗൂഗിളിൽ അടിച്ചാൽ മതി, മാസ്ലോ ഹൈറാർക്കി ഓഫ് നീഡ്. ഒരാളുടെ ജീവിക്കാനുള്ള തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ, പ്രചോദനം എന്താണ്? ആദ്യം ബേസിക് നീഡ്സ്, അത് കിട്ടുന്ന ആളുകള് ഫിസിക്കൽ നീഡ്സിൽ നിന്ന് പിന്നെ സെക്യൂരിറ്റി നീഡ്സിൽ, പണം ഉണ്ടാക്കാൻ വേണ്ടി സെക്യൂരിറ്റി, അസുഖം വന്നാൽ ട്രീറ്റ് ചെയ്യണം. അതും കിട്ടുന്ന ആളുകൾ ലവ് ആൻഡ് ബിലോങ്ങിങ്സ്, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹമാണ്, പിന്നെ മോട്ടിവേഷൻ. അപ്പൊ അന്നേരം അത് കിട്ടുമ്പോഴാണ് അയാൾക്ക് രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നത്. ഓരോ ആൾക്ക് രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നത് എപ്പോഴാണ്? അടുത്തടുത്ത സാധനം കിട്ടുമ്പോൾ അവർ വിചാരിക്കുന്നത് ഇതാ കിട്ടിയാൽ റെഡിയാവും, പൂർണ്ണത തോന്നും, ഐശ്വര്യം തോന്നും. അടുത്ത കിട്ടുമ്പോൾ അങ്ങനെ പോവുക. പക്ഷെ ഇത് ഈ അവസാനം മാസ്ലോ പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ, അത് സെൽഫ് എസ്റ്റീം നീഡ് കഴിഞ്ഞ് പ്രശസ്തി, അധികാരം, ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇതൊന്നുമല്ല. വിജയ്, സിനിമാ നടൻ വിജയ് എന്തിനാ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്? അയാൾക്ക് ഇപ്പോഴും രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നില്ല. വിജയ്ക്ക് അയാൾ രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നില്ല, അതുകൊണ്ടല്ലേ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നേ.
അപ്പൊ ഇതെല്ലാം കഴിയുമ്പോൾ ഒരു ശൂന്യത പിന്നെയും ബാക്കി നിൽക്കുമ്പോഴാണ് സെൽഫ് ആക്ച്വലൈസേഷൻ, സ്വയം അറിയുന്ന സമയത്ത് ആത്മസാക്ഷാത്കാരം കിട്ടുമ്പോൾ ഇത് അറിയും. അപ്പം ഫുൾഫിൽമെന്റ് ഫീൽ ചെയ്യുന്ന ഭാരതീയർ പറയുന്നതുമായിട്ടുള്ള വ്യത്യാസത്തിലുള്ള ഭാരതീയർ പറയുന്നത് ഇതൊന്നും ഇത്രയൊന്നും കഷ്ടപ്പെടാതെ തന്നെ ഇപ്പോഴേ ശ്രമിച്ചാൽ നമുക്ക് ഈ ആത്മസാക്ഷാത്കാരം ലഭിക്കും. ഇത്രയൊക്കെ കാശുണ്ടാക്കി പ്രശസ്തി നേടി അങ്ങനെ വന്നിട്ട് അത് കാര്യമില്ലെന്ന് അറിഞ്ഞിട്ട് തിരിച്ചു വരേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ പല ഋഷിമാരും വലിയ എൻലൈറ്റഡ് മാസ്റ്റേഴ്സും രാജാക്കന്മാരായിരുന്നു, ശ്രീകൃഷ്ണനായാലും ശ്രീ ബുദ്ധനായാലും ഒക്കെ. കാരണം അവർക്ക് അതിന്റെ അന്തസാര ശൂന്യത മനസ്സിലാകുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം പൂർണ്ണതയാണ് വക്തലക്ഷ്മി, ലക്ഷ്മിയുടെ പ്രവാഹം എന്ന് ഉദ്ദേശിക്കുന്നത്. ആ പൂർണ്ണത ഉള്ളിൽ നിറഞ്ഞു കവിയുമ്പോൾ, ആ ആനന്ദം ഉള്ളിൽ നിറഞ്ഞു കവിയുമ്പോൾ, ദേവിയുടെ ആനന്ദമയ കോശം ഉണരുമ്പോൾ ദേവിയുടെ കുണ്ടലിനി ആനന്ദകരമായി താലുചക്രത്തിൽ വന്ന്, പ്രാണമയ കോശത്തിലുള്ള അർത്ഥമാണ് ഈ പറയുന്നത്, താലുചക്രത്തിൽ വന്ന് അത് എക്സ്പ്ലോഷൻ സംഭവിക്കുമ്പോൾ, സമാധി സംഭവിക്കുമ്പോൾ ഈ ആനന്ദം നിറഞ്ഞ് കണ്ണുകളിലൂടെ ഒഴുകാൻ തുടങ്ങും. അപ്പൊ ആ ആനന്ദകരമായ അവസ്ഥ നിറഞ്ഞ് അടുത്ത് നിൽക്കുന്നവർക്കും ആ പോസിറ്റീവ് എനർജി കിട്ടും. അങ്ങനെ ഒരാള് റേഡിയേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് എനർജി. അപ്പൊ ആ വക്തലക്ഷ്മി പരിവാഹ, ആ പ്രവാഹം, ചലൻ മീനാഭലോചന, ചലിച്ചുകൊണ്ടിരിക്കുന്ന മീനുകളോടാണ് പശുന്യാദി വാഗ്ദേവകൾ ദേവിയുടെ കണ്ണുകളെ ഉപമിക്കുന്നത്. അത്രയ്ക്ക് സൗന്ദര്യമുള്ളതാണ് ദേവി. 3 പുരങ്ങളിലും ഞാൻ എന്താണ് ത്രിപുര സുന്ദരി എന്ന് പറഞ്ഞു. അപ്പൊ വലിയ സമുദ്രത്തിലെ കടലിനടിയിലൊക്കെ കണ്ടിട്ടില്ല, നല്ല നല്ല ബ്ലൂ കളറിൽ ഗോൾഡൻ ഫിഷ് ഇങ്ങനെ നീന്തി തുടിക്കുന്ന കാണും, എന്ത് രസം എന്ന് പറഞ്ഞ കൂട്ട്. ആ ദേവിയുടെ മുഖമാകുന്ന പ്രവാഹത്തിൽ, ലക്ഷ്മിയുടെ പ്രവാഹത്തിൽ നീന്തി തുടിക്കുന്ന, ചലിച്ചുകൊണ്ടിരിക്കുന്ന മീനുകൾ, ചലൻ മീനാഭലോചന, മീനുകളുടെ ശോഭയോടുകൂടി ആഭയോട് ദേവിയുടെ കണ്ണുകളെ ഉപമിക്കുകയാണ്. അപ്പൊ ഇത് വാച്യാർത്ഥത്തിലെടുത്താൽ അല്ലെങ്കിൽ അന്നമയ കോശത്തിലെ അർത്ഥമാണ് ഈ പറയുന്ന ഡയറക്റ്റ് അർത്ഥം എന്ന് പറയുന്നത്. ദേവിയുടെ കണ്ണുകൾ വളരെ സൗന്ദര്യമുള്ളതാണ്. ദേവിയുടെ മുഖത്തിന്റെ കാന്തിയെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഈ കണ്ണുകൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന മീനുകളെ പോലെ ആണ് എന്ന് പറയാം. അത് അന്നമയ കോശത്തിലെ അർത്ഥമാണ്. മനോമയത്തിലും പ്രാണമയത്തിലും ഇതിന് ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. പ്രാണമയത്തിലെ അർത്ഥം എന്ന് പറഞ്ഞു മന്ത്രാർത്ഥമുണ്ട്, അത് കുണ്ടലിനി അർത്ഥം. അല്ലെങ്കിൽ പ്രാണമയ കോശത്തിലെ അർത്ഥം എന്താണ്? എനർജി, പ്രാണൻ ഉള്ളിലെ ആനന്ദമയ കോശത്തിൽ നിന്ന് പുറത്തേക്ക് ചലിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നിട്ടാണ് നമുക്ക് ലക്ഷ്മി ലഭിക്കുന്നത്, ജ്ഞാനം ഉണരുന്നത്. ജ്ഞാനം ഉണരുമ്പോഴാണ് പ്രാണനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിക്കുന്നത്. ഈ പ്രാണനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് കൂടുതൽ ധനം ലഭിക്കുന്നത്. അപ്പം ആ പ്രത്യേക കാഴ്ചപ്പാടുകളിലൂടെ പ്രാണനെ അയക്കുമ്പോഴാണ് കണ്ണിലെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ജ്ഞാനത്തെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് കണ്ണ്. ചക്ഷുസ് ഗീതയിലെ ഭഗവാൻ അർജുനന് നൽകിയിട്ടാണ് ഗീതോപദേശം കൊടുക്കുന്നത്. അപ്പൊ ആ ജ്ഞാനത്തെക്കുറിച്ച്, ജ്ഞാനം സൂചിപ്പിക്കുന്നതാണ് ആ കണ്ണുകൾ. അപ്പൊ ജ്ഞാനത്തിന് സരസ്വതി എന്നർത്ഥമുണ്ട്. ഐ എന്ന അക്ഷരം അവിടെ പറയാം. ശക്തി പ്രവാഹം, ലക്ഷ്മിയുടെ പ്രവാഹം എന്ന് പറയുമ്പോൾ ഈ പ്രവാഹം എന്ന് പറയുന്നത് പ്രാണന്റെ പ്രവാഹത്തെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രാണൻ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അത് ശക്തിയാണ്. അവിടെ ശക്തി ബീജം ഹ്രീം വരുന്നുണ്ട്, അല്ലെ? മുഖം, വാഗ്ഭവകൂടം, ഐം, ഹ്രീം. ഐം എന്ന് പറഞ്ഞ മഹാലക്ഷ്മി, ഐം എന്ന് പറഞ്ഞത് സരസ്വതി, അത് നമ്മൾ പറഞ്ഞു. ഞാൻ ആ ചക്ഷുസിന്റെ കാര്യം പറഞ്ഞു. ഹ്രീം എന്നുള്ളത് ഭുവനേശ്വരി അല്ലെങ്കിൽ പ്രാണൻ, ശക്തി ബീജം, അതാണ് ഹ്രീം. മായാബീജം എന്ന് പറയും. ഐം, ഹ്രീം. ശ്രീം എന്ന് പറയുന്ന അക്ഷരം മഹാലക്ഷ്മിയെ സൂചിപ്പിക്കുന്നു, അതാണ് വക്തലക്ഷ്മി. പരീവാഹ ചലൻ മീനാഭ ലോചന എന്ന് പറയുന്ന വിജ്ഞാനമയ കോശവും പ്രാണമയവുമായി കണക്ട് ചെയ്യുന്ന അർത്ഥം. എല്ലാ ശാസ്ത്രവും നമ്മൾ ഇങ്ങനെ പഠിക്കണ്ടേ? വേണ്ടേ? ഇങ്ങനെയല്ലേ പഠിക്കേണ്ടത്? അതെ, തീർച്ചയായിട്ടും. അതിന്റെ ശരി നമ്മൾ വാച്യാർത്ഥം മാത്രം എടുത്താൽ നമുക്കിത് മനസ്സിലാവൂ?
ഒരു സുന്ദരിയായ സ്ത്രീ എന്നുള്ളതിൽ കവിഞ്ഞ് നമുക്ക് തോന്നുന്നു. നല്ല സൗന്ദര്യമുള്ള ഒരു സ്ത്രീയുടെ ഫേസ്, അമ്മ, ഓക്കെ, സന്തോഷം. അത് നമുക്ക് കണക്ട് ചെയ്യാൻ വേണം. കാരണം മൈൻഡിനകത്തെ കൂടെ ഇത് കടന്നു പോകുന്ന മനോമയ കോശത്തെ കണക്ട് ചെയ്യണം. ആ മനോമയ കോശത്തിന്റെയും അന്നമയ കോശത്തിന്റെ അർത്ഥമാണ്. പ്രാണമയ കോശത്തിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്. കാഴ്ചപ്പാടുകളിലൂടെയാണ് ജ്ഞാനം ഉണർന്നു നിൽക്കുന്ന കാഴ്ചപ്പാടുകളിലൂടെയാണ് ഒരാൾക്ക് ധനം കിട്ടുന്നത്. കാഴ്ചപ്പാടുകൾ മാറിയ ധനം കിട്ടും. ഒരു എക്സാമ്പിള്, ഒരു രണ്ടുപേര് ഒരു സ്ഥലത്ത് ചെന്നു. അവിടെ ഒരു മലയുടെ മുകളിൽ ഒരു സ്ഥലത്ത് വലിയ കൊക്കയും ഒക്കെ ഉള്ള ഒരു, കാണാനൊക്കെ നല്ല രസമാണ്, പക്ഷെ അവിടെ താമസിക്കാൻ കൊള്ളിയല്ല. അങ്ങനെയുള്ള പല സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? നമുക്ക് പോയി ഒന്ന് കണ്ടിട്ടൊക്കെ ഒന്ന് വരാൻ കൊള്ളാം, പക്ഷെ അവിടെ താമസിക്കാൻ കൊള്ളാവോ? ഇല്ല. ഒന്നും കിട്ടത്തില്ല. അങ്ങനെ അവിടെ ഇവര് ചെന്നിട്ട് താമസിച്ചു പോയി. അങ്ങനെ വഴിതെറ്റിയില്ല, താമസിച്ചു പോയി. തിരിച്ചു പോകാൻ വണ്ടിയും വെള്ളമൊന്നും ഇല്ല. അപ്പൊ ഇവരുടെ വന്ന അതും അവര് പോയി. അപ്പൊ അങ്ങനെ അവിടെ പെട്ടുപോയി. ചുരുക്കം പറഞ്ഞ ഒരു ഗുരുവും ശിഷ്യനും പെട്ടുപോയി. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ അവിടെ ഒരേ ഒരു വീടുണ്ട്, അവിടെ ഒറ്റ ഒരു വീടേ ഉള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഈ വീട്ടിൽ ചെന്ന് ചോദിക്കാം, വേറെ മാർഗമില്ലല്ലോ, നീ എന്തോ ആയാലും അവിടെ ചെന്ന് ചോദിക്കാം. അവിടെ ചെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവര് വലിയ കാര്യമായിട്ട് സൽക്കരിച്ചു, ഫുഡെല്ലാം കൊടുത്തു. ഇന്നിവിടെ തങ്ങയ്ക്കോ, വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. വലിയ സന്തോഷമായി. അപ്പൊ ആ ഫുഡെല്ലാം കഴിച്ചിട്ട് അവർക്ക് വളരെ സന്തോഷമായി. അവര് അവിടെ നിന്നു. അപ്പം കുറെ കാര്യങ്ങളൊക്കെ വർത്താനമൊക്കെ പറഞ്ഞു. രാത്രി ആയി കഴിഞ്ഞപ്പോ അപ്പൊ ഇവര് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ കഴിയുന്നത്? ഒന്നും പറയണ്ട, ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു സ്ഥലമാണ്, ഞങ്ങൾക്ക് വേറെ സ്ഥലമൊന്നുമില്ല പോവാൻ താമസിക്കാനും. സ്ഥലത്തിനൊക്കെ വലിയ വിലയല്ലേ, ഞങ്ങളുടെ കയ്യിൽ കാശൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അങ്ങ് കഴിയുവാണ് കഷ്ടപ്പെട്ട്. എന്ത് കാര്യത്തിനും ടൗണിൽ പോകണം, ദൂരേന്ന് ടൗണിൽ പോവും. ഇവിടെ ആകെയുള്ളൊരു കിണറും ഒരു പശുവാണ് ഞങ്ങൾക്കുള്ളത്. ഈ പശുവിന്റെ പാല് വിറ്റിട്ട് ടൗണിൽ കൊണ്ടുപോയി കൊടുത്തിട്ടാണ് ജീവിക്കുന്നത്. ഈ ഒരു പശുവേ ഉള്ളൂ, അത് ചത്തു പോയാൽ തീർന്നു, ആകെ പ്രശ്നമാണ്. പക്ഷെ ഞങ്ങൾ ഇതിലിങ്ങനെ കഷ്ടപ്പെട്ട് കഴിയുകയാണ്. പുല്ലൊക്കെ ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ടാണ് ഇതിനെ വളർത്താനും പറ്റുന്നത്. അതിന് ചിലവൊന്നുമില്ല പുല്ലിന്. ഇത്രയും പുൽമേടുകൾ, ഇത്രയും ഇത് കിടക്കുന്നുണ്ട്. ബാക്കിയൊക്കെ പ്രശ്നമാണ്, ശോകമാണ് അവസ്ഥ എന്ന് പറയണം. ഓ അത് ശരി. ഒരു രാത്രി 1 മണി ആയി കഴിഞ്ഞപ്പോ ഈ ഗുരു ഇവനെ വിളിച്ചുണർത്തിയിട്ട് പറയാണ്, ശിഷ്യനെ, നമ്മളെ ഇത്രയും ഒറ്റപ്പെട്ട് നിന്നപ്പോ സഹായിച്ചല്ലേ ഈ വീട്ടുകാരെ, ഇവരെ തിരിച്ച് നമുക്ക് സഹായിക്കണ്ടേ? അതെങ്ങനാ? നമ്മുടെ ഈ കാശൊന്നുമില്ല ഗുരു, നമ്മളെന്ത് ചെയ്യും? അതുകൊണ്ട് എന്ത് ചെയ്യണോ നമുക്ക്? അല്ല, അതിന് വഴിയുണ്ട്, നമുക്ക് ഇവരെ സഹായിക്കണ്ടേ? നീ വാ, ആ പശുവിനെ ഇങ്ങ് അഴിക്ക്. അതിന് പശുവിനെ അഴിക്കുന്നു, പശുവിനെ അഴിക്ക്, വാ, എന്റെ കൂടെ വാ. നീ മിണ്ടാതെ വന്നാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. നിനക്ക് എന്നെ വിശ്വാസമല്ലേ? അത് പിന്നെ വിശ്വാസമാണ്. ശരി, പശുവിനെ അഴിച്ച് എന്തെങ്കിലും കാര്യം കാണും, ഗുരു പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ് നേരെ പോയി. കുറെ മലമുകളിൽ വന്നത് കൊക്കയുടെ അറ്റത്തെട്ടിട്ട് ഈ ഗുരു ഈ പശുവിനെ തള്ളി കൊക്കയിലോട്ട് അങ്ങിട്ട്. ഇയാൾക്ക് ഭയങ്കര കൺട്രോൾ പോയി ശിഷ്യൻ. ഗുരു എന്തോ ഈ പരിപാടി കാണിച്ച് നമ്മളെ സഹായിച്ച അവരെ എങ്ങനെയാണോ നമ്മളെ ഉപദ്രവിക്കാൻ പറ്റുക? ആകെ അവരുടെ ആശ്വാസം ഇതായിരുന്നു, നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞല്ലോ, നിങ്ങൾ എന്നെ ഗുരുവല്ല ഒന്നുമല്ല, ഇത്രയും ക്രൂരനാണെന്ന് അറിഞ്ഞില്ല, ഇത്രയും ക്രൂര മനസ്ഥിതി ഉള്ളവനാണെന്ന് അറിഞ്ഞില്ല ഞാൻ. ഇനി മുതൽ നമ്മൾ തമ്മിൽ ഇടപാടൊന്നുമില്ല, നിനക്ക് എന്റെ വഴി, എനിക്ക് എന്റെ വഴി എന്ന് പറഞ്ഞ് പിരിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ഇയാള് ഒരു ടൂറിന് പോയി കൂട്ടുകാരുടെ കൂടെ. ഈ ഗുരുവിനെ പിന്നെ കണ്ടിട്ടില്ല അയാൾ. ആ ടൂറിന് വന്നത് ഈ സ്ഥലത്താണ്. പറഞ്ഞു വന്നപ്പോൾ അത് ഇയാൾക്ക് മനസ്സിലായില്ല ഇന്ന സ്ഥലം എന്ന് പറഞ്ഞത്. അവിടെ ചെന്നപ്പോഴാണ് ഈ സ്ഥലമാണെന്ന് മനസ്സിലാവുന്നത്. ഈ വീട്, പഴയ വീട് അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടപ്പുണ്ട്. ഇപ്പുറത്ത് വലിയൊരു ബംഗ്ലാവുണ്ട്. അവിടെയൊക്കെ സ്ഥലം മാറി, ടൂറിസ്റ്റ് പ്ലേസ് ആയി, ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്, കടകളൊക്കെ വന്നു, അവിടെ ആകെ മാറി. അപ്പൊ ചോദിക്കുകയാണ്, അപ്പൊ ഇയാൾക്കൊരു സംശയം, മറ്റവരിപ്പോഴും ഉണ്ടോ ഇവിടെ? പണ്ടത്തെ അന്ന് സഹായിച്ച ആളുകളുണ്ടോ? അവരുടെ അവസ്ഥ എന്താ? അടുത്തെല്ലാം പേടിയാ, കാരണം ഇവരിത് ഇടിക്കത്തില്ലേ, ഇവനും കൂടെ ചേർന്നിട്ടില്ലേ കൊണ്ടുപോയി. ഇപ്പൊ താടിയൊക്കെ വളർത്തിയിട്ടുള്ളതുകൊണ്ട് എളുപ്പം മനസ്സിലാകത്തില്ല. പതുക്കെ ഇറക്ക ചെന്ന് നോക്കിയപ്പം മറ്റേ ആൾ ഇറങ്ങി വന്നു. അയാൾക്കും പ്രായമായിട്ടുണ്ട്. നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അയാൾ ചോദിച്ചു. അതേ, ഏതെങ്കിലും ഞാൻ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുന്നതാ,
അങ്ങനെ വല്ലതും കണ്ടിട്ടുള്ളതായിരിക്കും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, എന്തോ പറഞ്ഞ് രക്ഷപ്പെട്ടു. അപ്പം എന്താ എന്താ ചോദിച്ചത്? അല്ല, പണ്ട് നിങ്ങൾ ഇവിടെ ഒരു പശുവൊക്കെ ആയിട്ട് താമസിച്ചുകൊണ്ടിരുന്ന നിങ്ങളല്ലേ ഇവിടെ പണ്ട്? അതെ. ഇപ്പൊ എന്ത് പറ്റി? എങ്ങനെയാ നിങ്ങൾ ഇത്രയും ഡെവലപ്പ് ആയത്? സാമ്പത്തികപരമായിട്ടൊക്കെ ഒരുപാട് ഡെവലപ്പ് ആയതായിട്ട് കാണുന്നു. ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ നിങ്ങളുടെയാണ്. അതെ, ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ എന്റെയാ, ഈ വസ്തുവിലുള്ളതല്ലേ, എന്റെയാണ് തീർച്ചയായിട്ടും. നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടെന്ന് ചോദിച്ചപ്പോ അയാൾ പറയാണ്, അതോ പണ്ടൊരു സന്യാസി ഒരു ശിഷ്യനും കൂടെ വന്നായിരുന്നു, അപ്പോഴേ ഇയാളെ നെഞ്ചിടിക്കാൻ തുടങ്ങി. പിടിക്കുവോ? ആ അയാള് അവര് അന്ന് രാത്രി ഞങ്ങളുടെ പശുവിനെ കൊണ്ട് തെള്ളിയിട്ട് അങ്ങ് കൊന്നു കളഞ്ഞു. ഭയങ്കര കഷ്ടമായി പോയല്ലോ. ഇത് കഷ്ടമല്ല അത്, പിന്നെ അത് നന്നായി. ഞങ്ങളുടെ കംഫർട്ട് സോൺ ആ പശുവായിരുന്നു. ഈ പശുവിനെ വിട്ട എന്ത് ചെയ്യുന്ന ആലോചിച്ച് പേടിച്ച് ഞങ്ങൾ ഇങ്ങനെ പോവായിരുന്നു. ഈ പശു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യണ്ടായി. അപ്പൊ ഞങ്ങൾ ഇവിടെ കപ്പ നടുകയും കുറെ കാര്യങ്ങളൊക്കെ ഇതിൽ എങ്ങനെ യൂസ് ചെയ്യാന്ന് ആലോചിച്ചു. അങ്ങനെ ഞങ്ങൾ കപ്പയൊക്കെ നട്ടു. അങ്ങനെ ഇവിടെ ചെറിയൊരു ചായക്കട തുടങ്ങി. ചായക്കട ആരും വരത്തൊന്നുമില്ല, വല്ലപ്പോഴും ഒരാൾ ടൂറിനൊക്കെ വരും. അങ്ങനെ ഇപ്പൊ ഈ യൂട്യൂബ് ഒക്കെ ഇറങ്ങിയ സമയമായിരുന്നു. ആ സമയത്ത് ഒരു പയ്യൻ വന്ന് ഇവിടെ വ്ളോഗ് ചെയ്ത് ഭയങ്കര മനോഹരമായ സ്ഥലം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഇപ്പുറത്ത് 2-3 കൊടയും ഇരിക്കാനുള്ള സ്ഥലം കൂടെ ഒക്കെ ചെയ്തു കൊടുത്തു. കൊക്ക താഴ്വര കാണത്തക്ക രീതി. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി. അങ്ങനെ വന്ന് ഇതൊരു വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആയി. ഇങ്ങനെ ഞങ്ങൾ ഇവിടെ ഇന്ന് തന്നെ വേറെ എങ്ങും പോയില്ല, ഞങ്ങൾ രക്ഷപ്പെട്ടു വെക്കും. ഇപ്പൊ ഭയങ്കര ഇവിടെ കോടികളാണ് വില വസ്തുവിനൊക്കെ. ഇത് വലിയ ഡെവലപ്മെന്റ് ആയി എന്ന് പറഞ്ഞു. പിന്നെ ഈ ഗുരുവിനെ തപ്പി ഇയാള് ഓടിയെന്നാണ് പറയുന്നത്. പക്ഷെ കാണാനില്ല. അപ്പൊ അതുവരെ ഗുരുവിനെ വിശ്വസിച്ചു, ഗുരു പറഞ്ഞ എന്തെങ്കിലും കാര്യം കാണുമെന്ന്. ഈ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ട് അവിടെ. ഈ ദേവിയാണ് ഇവിടെ നമ്മുടെ ഗുരു. ദേവിയിൽ ഇങ്ങനെ പല സമയത്തും നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ ആണ് പ്രശ്നം വരുന്നത്. ഒന്ന്. രണ്ട്, ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം കാഴ്ചപ്പാടാണ്, അല്ലെ? നമ്മുടെയൊക്കെ ഈ ഞാൻ എന്നുള്ള ഒരു എന്റെ ചിന്ത, എന്റെ ബുദ്ധി എന്നൊക്കെ പറഞ്ഞൊരു പിടുത്തമുണ്ട്. ഈ പിടുത്തത്തിന്റെ കാഴ്ചപ്പാട് കൊണ്ട് തന്നെ ദേവിയിലേക്ക് അടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ലക്ഷ്മി വരത്തില്ല. ഈ ഈ എന്റെ പശു, ഞാൻ, എന്റെ ബുദ്ധി, എന്റെ ഐഡിയൽ, ഞാൻ ഇത് ചെയ്ത് വിജയിപ്പിക്കാൻ ഇങ്ങനെ നിൽക്കുവാണ്. അതിന് പരിമിതിയുണ്ട്. ഈ പശു എന്ന് പറയുന്ന സാധനമാണ് ഇവരുടെ ഏറ്റവും വലിയ ശത്രു എന്ന് അവർ അറിയുന്നില്ല. അതാണ് അവരുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന പേഴ്സണലായിട്ട് കാര്യം, ആർ യു റെഡി ടു കിൽ യുവർ കൗ? നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന കുറെ സാധനം നല്ല എന്തോ വിലപ്പെട്ടതാണെന്ന് പറഞ്ഞേ നമ്മൾ പിടിച്ചു വെക്കുന്ന പല കാര്യങ്ങളും, അത് ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെയുണ്ട്. നമ്മുടെ കാഴ്ചപ്പാട്, എന്റെ ജോലിയെ സംബന്ധിച്ച് എന്റെ കാഴ്ചപ്പാട്, എന്നെ കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാട്, എനിക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ, ഇത് വെച്ചിട്ട് എനിക്ക് ഇത്രയല്ലേ പറ്റൂ, അല്ലെ? അപ്പൊ ആ കാഴ്ചപ്പാട് മാറിയിട്ട് ഒരു ഉയർന്ന കാഴ്ചപ്പാട് മേളിൽ നിന്ന് ഇങ്ങോട്ട് പിടിക്കണം. ഞാൻ ഒരു പയ്യനൊക്കെ ചോദിച്ചു, ഇന്ന് കൗൺസിലിങ്ങിന് വന്നാ, എന്തോ നിങ്ങൾക്ക് എന്തോ ഭാവിയിൽ എന്താ ആത്മഹത്യ പ്രവണതയൊക്കെ ഉള്ള പയ്യൻ. പുള്ളി പറഞ്ഞു, എനിക്ക് അങ്ങനൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. അത് തന്നെയാണ് പ്രശ്നം. ഒരു ഡ്രീം ഇല്ല. അതെന്താ? എനിക്ക് പറ്റത്തില്ല, എനിക്ക് പഠിക്കാനൊക്കെ വലിയ പാടാ, അങ്ങനെ ഇങ്ങനെയാണൊക്കെ പറഞ്ഞു. അത് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പം അങ്ങനെ പോയി ഞാൻ എവിടം വരെ എത്താൻ കൂടി വന്നു, ചെമ്മും ചാടിയ മുട്ടോളം എന്നൊക്കെ പറയുന്നോട്ട്. അതേസമയം ഞാൻ പറഞ്ഞു, 10 വർഷം കഴിഞ്ഞ് നിനക്ക് എന്ത് വേണം? 10 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് എന്താ വേണ്ടത്? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കി, ചുമ്മാ ഒന്ന് ആലോചിച്ച്. 10 വർഷം കഴിയുമ്പോൾ എനിക്കൊരു വീട് വേണം, ഒരു ചെറിയ വാഹനം വേണം. ശരി, ഒരു വീട് നിന്ന് വെക്കണമെങ്കിൽ എത്ര രൂപ? 50 ലക്ഷം രൂപയാവും. 50 ലക്ഷം രൂപ ഒരു വാഹനം. ഓക്കെ. അപ്പൊ 50 ലക്ഷം രൂപ വേണമെന്നുണ്ടെങ്കിൽ ഒരു EMI ബാങ്ക് ലോൺ തരണമെങ്കിൽ 25,000 രൂപയെങ്കിലും EMI അടയ്ക്കണം. അപ്പൊ നിനക്ക് 50,000 രൂപയെങ്കിലും സാലറി ഇല്ലാതെ അവർ തരത്തില്ല. 60,000 രൂപയൊക്കെ സാലറി ഇല്ലാതെ EMI ബാങ്ക് ലോൺ തരത്തില്ല. അത് ശരിയാ. അപ്പൊ എന്ത് ചെയ്യുന്നു? അപ്പൊ 60,000 രൂപ ജോലി ഉള്ള ഒരു ജോലി കണ്ടുപിടിക്കണം. അത് ശരി. അതെങ്ങനെ? അത് ഈ മാനേജർ ലെവലിലൊക്കെ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ HR ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ അതിനുള്ള കോഴ്സ് പഠിക്കണം. അതിങ്ങനെ പിടിച്ച് താപ്പേണ്ട ഡിഗ്രി വേണം. അപ്പൊ ഈ കക്ഷി അങ്ങനൊന്നും വലിയ 10ാം ക്ലാസ് ആയതേ ഉള്ളൂ. അപ്പം പ്ലസ് എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സായി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, വല്ല എന്തെങ്കിലും ചെറിയ ഇതിനൊക്കെ പോകണമെന്നാണ് ഞാൻ പറഞ്ഞ. അതൊന്നും അപ്പൊ നടക്കത്തില്ല. സാധാരണ ജോലിക്ക് പോയാൽ നടക്കത്തില്ല. എന്ത് ചെയ്യാൻ ആഗ്രഹം? അപ്പൊ അത് ശരി. അപ്പൊ എന്ത് ചെയ്യണം? അത് നടക്കാൻ എന്ത് ചെയ്യണം? അത് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ അപ്പൊ ഇപ്പൊ ഞാൻ വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇനി ശ്രമിച്ചാലും പറ്റും. അപ്പൊ ഇനി ശ്രമിക്കാന്ന് പറഞ്ഞു. അപ്പൊ കക്ഷി കുറച്ച് സീരിയസ് ആയി. പിന്നെ കക്ഷിക്ക് തന്നെ ഐഡിയ കിട്ടി എന്ത് ചെയ്യണം എന്നൊക്കെ. പിന്നെ ഇങ്ങോട്ട് പറയുന്നതെല്ലാം വളരെ നോളജ്, ജ്ഞാനത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. അതുവരെയുള്ള ആളല്ല. ഇവിടുന്ന് അങ്ങോട്ട് പിടിച്ചപ്പോ ഒന്നും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അവിടുന്ന് മേളിൽ നിന്ന് ഇങ്ങോട്ട് പിടിച്ചപ്പോ ആ കാഴ്ചപ്പാട് മാറി. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ ലക്ഷ്മി പ്രവാഹത്തിലേക്ക് എത്തും ക്രമേണ.
പ്രാണൻ ബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഉയർന്ന സ്വപ്നങ്ങളുള്ളപ്പോൾ, ആ കാഴ്ചപ്പാടുള്ളപ്പോൾ. അപ്പൊ മനോമയ കോശത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാണനെ വലുതാക്കിയെടുക്കാം. നല്ല ദേവതകളെ നമുക്ക് നമ്മളിലേക്ക് കൊണ്ടുവരാം. ജെയിംസ് കാമറൂൺ എന്ന് പറയുന്ന ഫിലിം ഡയറക്ടർ വ്യത്യസ്തമാണ്. ഈശ്വരവിശ്വാസി അല്ല, പക്ഷേ അയാൾ വലിയ സക്സസ് ഉണ്ടാക്കി. അപ്പൊ ഈശ്വരവിശ്വാസി അല്ലാത്ത ആൾക്കാർ സക്സസ് ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? അയാളുടെ ഉള്ളിൽ നല്ല ദേവതകൾ വന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? ഡ്രീമുണ്ട്. ഉയർന്ന സ്വപ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അയാൾ പോസിറ്റീവാണ്. അയാളിലേക്ക് നല്ല ബ്രെയിൻ കെമിക്കൽസ് ഉണ്ടാവുന്നു, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഡോപ്പമിൻ, സെറോട്ടോണിൻ ഒക്കെ പുള്ളിയുടെ ഉള്ളിൽ കാണും. അതുകൊണ്ട് ഒരുപാട് ആളുകൾ അയാളിലേക്ക് അട്രാക്റ്റഡ് ആയി വരികയും ഒരുപാട് ദേവതകൾ അയാളിലേക്ക് വരും, തന്നെ വന്ന് പ്രവർത്തിക്കും തലയിൽ. അയാൾ അറിയുന്ന പോലും ഇല്ല. പുള്ളി ഒന്ന് കൈവച്ചാൽ പലരുടെ അസുഖം മാറും. ചിലപ്പോൾ നല്ല ദേവതകൾ വന്ന് നിൽക്കുന്നു. കാരണം എന്താ? ആ ചെറുപ്പത്തിലെ ഡ്രീം കണ്ട അവതാർ സിനിമ, അത് ഇത്രയും വർഷം ആദ്യം ഇടയ്ക്ക് ചെയ്യാൻ നോക്കി, മമ്മിയൊക്കെ ഇറങ്ങിയ സമയത്ത്, പിന്നെ വേണ്ടാന്ന് വെച്ചു. കാരണം ടെക്നോളജി ഇയാളുടെ സ്വപ്നത്തിന് അത്രയും ഡെവലപ്പ് ആയിട്ടില്ല എന്ന് കണ്ടു. ടെക്നോളജി, സയൻസ് അത്രയും ഡെവലപ്പ് ചെയ്തപ്പോൾ പുള്ളി വീണ്ടും അവതാർ പൊടിയെടുത്ത് ആ കഥ, അവതാർ ഡിപ്രഷൻ വരെ ഉണ്ടായി. എന്താ? ഇത്രയും മനോഹരമായ പാൻഡോര എന്ന് പറയുന്ന ഒരു ലോകം, ആ ലോകത്ത് ജീവിക്കാൻ നമുക്കാർക്കും ഭാഗ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ഡിപ്രഷനിൽ പോയി. അവതാർ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സൈക്കോളജിയിൽ ഇപ്പൊ പറയുന്നുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. കാരണം അവിടെ ശരിക്കും ആളുകൾ അവരുടെ മുടി, അവരുടെ ഇതും മൃഗങ്ങളുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്നതും, സ്നേഹത്തിന്റെ കണക്ഷൻ, അതൊക്കെ പ്രകൃതിയായിട്ട് അത്ര ഇണങ്ങി ജീവിക്കുന്ന നമുക്ക്, ഈ കോൺക്രീറ്റ് കാടിനകത്ത് കഴിയുന്ന നമുക്കിത് കാണുമ്പോൾ ഭയങ്കര ഡിപ്രഷൻ തോന്നും. അപ്പൊ ഇത്രയും വലിയൊരു ചേഞ്ച് ഉണ്ടാക്കിയ ഒരു സിനിമ ഉണ്ടാക്കാൻ അദ്ദേഹം ഡ്രീം ഉണ്ടായിരുന്നുകൊണ്ട് അത് വിജയിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സാധാരണക്കാരന് അത് പറ്റുമോ? എത്ര ജെയിംസ് കാമറൂൺ ഉണ്ട് ലോകത്ത്, അല്ലേ? സാധാരണക്കാരുടെ സ്വപ്നം കാണാനും മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ അവർക്ക് ദേവി ഉപാസന വേണം. സ്ട്രോങ് ആയിട്ട് ദേവിയുടെ കൂട്ട് ഒരു എനർജി നമുക്കുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഉയർന്ന സ്വപ്നങ്ങൾ കാണാൻ ദേവി നമ്മളെ പ്രാപ്തരാക്കും. ആ സമയത്ത് പോസിറ്റീവ് ബ്രെയിൻ കെമിക്കൽസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഡ്രീമും ദേവതയും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് നമ്മളിലേക്ക് കൊണ്ടുതരാൻ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ സംഭവിക്കാൻ തുടങ്ങും. പ്രകൃതി നമ്മൾ സങ്കല്പിക്കുന്നതാണ് നമ്മൾ അനുഭവിക്കുന്നത്. ആ പ്രപഞ്ചം നമ്മളോട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. ധർമ്മമാർഗത്തിലൂടെ അപ്പൊ നമുക്ക് അർത്ഥം ഉണ്ടാക്കാൻ, ജ്ഞാനത്തിലൂടെ അർത്ഥം ഉണ്ടാക്കാനും ആ അർത്ഥത്തിലൂടെ കാമം തീർക്കാനും ആ കാമത്തിലൂടെ മോക്ഷം കിട്ടാനും പറ്റും. ഈ ദേവിയുടെ, ലക്ഷ്മിയുടെ കടാക്ഷം നമ്മളിലേക്ക് വരുമ്പോൾ ആ കാഴ്ചപ്പാടുകൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റിക്കൊണ്ട് ദേവി ഉപാസന ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് 100% കാര്യങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്ന രീതി കൊണ്ടുവരാൻ പറ്റും. ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ദേവി ഉപാസന പക്ഷെ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ നടക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് ചെയ്യരുത്. ഒരു ബിസിനസ് ഡീല് പോലെ ആയാലും പറ്റത്തില്ല. ഞാൻ ഇത്രയൊക്കെ ദേവിയെ പുകഴ്ത്താം, അപ്പൊ ദേവി എനിക്ക് ഇന്നത് കൊണ്ട് തരണം. പിന്നെ അത്ര മണ്ടിയില്ലേ ദേവി? നമ്മൾ പറയുന്ന അല്ലേ, ബിസിനസ് ഡീലിൽ പറ്റില്ല. പൂർണ്ണ സമർപ്പണത്തോടു കൂടി വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് അതിനെ ദേവിയായിട്ട് കണക്ട് ചെയ്യാതെ, ഇപ്പുറത്ത് ദേവി ഉപാസന എനിക്കിതൊന്നും കിട്ടിയില്ലെങ്കിലും, എനിക്ക് ഈ സമ്പത്തും ഐശ്വര്യ സ്വപ്നം ഒന്നും നടന്നില്ലെങ്കിലും എനിക്ക് ദേവിയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ഉപാസിക്കുന്നു. അത് ആ സ്നേഹം എന്നുള്ളത് ഉള്ളിൽ നിന്ന് നിറഞ്ഞു കവിയുമ്പോൾ ഈ സ്നേഹത്തിലൂടെ മറ്റുള്ളവർ നമ്മളിൽ അട്രാക്റ്റഡ് ആവും. അവരുടെ ഉള്ളിലെ ബ്രെയിൻ കെമിക്കൽസ് മാറും. ഓട്ടോമാറ്റിക്കലി അവർ വരും. നമുക്ക് വേണ്ടതൊക്കെ അവരും കൊണ്ടുതരും. അത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നു ആ മേഖലയിലുള്ളവർക്ക് നമ്മളോട് ഇഷ്ടം ഉണ്ടാകും. സ്വാഭാവികമായിട്ടും നമ്മൾ വിജയിക്കാൻ തുടങ്ങും. മറ്റേ അകന്ന് നിന്നവരൊക്കെ പതുക്കെ പതുക്കെ അടുത്ത് വരും. അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ഉള്ളിൽ സ്നേഹം എന്നുള്ള ക്വാളിറ്റി നിറഞ്ഞു കവിയുമ്പോൾ. അപ്പോൾ ഈ സ്നേഹവും ലക്ഷ്മിയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. സ്നേഹം തന്നെയാണ് അമ്മ എന്ന് പറയുന്നത്, അല്ലെ? സ്നേഹത്തിന്റെ പ്യുവർ ഫോം അല്ലേ അമ്മ, അല്ലെ? ആ അമ്മ എന്ന് പറയുന്ന ഭാവത്തിൽ നമ്മൾ ആദിപരാശക്തി മഹാലളിതാത്രിപുര സുന്ദരിയെ ഉപാസിക്കുമ്പോൾ ആ സ്നേഹം നമ്മളിലേക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങുകയും ഈ സ്നേഹം മറ്റുള്ളവർക്ക്, സ്നേഹം അറിയാത്തവന് സ്നേഹം കൊടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില വീട്ടിലൊക്കെ അമ്മ അച്ഛനൊന്നും കുട്ടികളെ ടച്ച് ചെയ്ത് വളർത്തത്തില്ല. പേരന്റിങ്ങിന്റെ ഒരു ക്ലാസ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിലിതൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ടച്ച് ചെയ്ത് വളർത്താത്ത, ഈ ടച്ച് കിട്ടാതെ വളർന്ന കുട്ടികൾക്ക് ടച്ച് കൊടുക്കാൻ പറ്റൂല. അതൊരു പെൺകുട്ടിയാണെങ്കിൽ അല്ല ആൺകുട്ടിയാണെങ്കിൽ, പെൺകുട്ടിയാണെങ്കിൽ ഭർത്താവിനെയൊക്കെ ടച്ച് ചെയ്തിട്ട് വർഷങ്ങളാവും. എല്ലാം ഇങ്ങോട്ട് വേണം, ഉമ്മ വേണം, കെട്ടിപ്പിടിക്കണം ഭർത്താവ്. അതൊക്കെ ഭർത്താവിന്റെ ഡ്യൂട്ടിയാണ്. അങ്ങോട്ടൊന്നും ചെയ്യത്തില്ല. പല ആളുകളുണ്ട്. കാരണം എന്താ? അവർക്കിത് കിട്ടിയിട്ടില്ല. അതുപോലെ തിരിച്ചുമുണ്ട്.
ഭാര്യ ഇതൊക്കെ ചെയ്യും, കെട്ടിപ്പിടിക്കും, നോക്കും, ഇയാൾക്കൊന്നുമില്ല. എന്തോന്ന് എന്നിട്ട് ഓരോ ന്യായം പറയണേ, പിള്ളേർ കാണുന്നു, ആൾക്കാരെന്ത് വിചാരിക്കും, സ്നേഹിക്കുന്നതിനാണ്. എന്താ കാരണം? ഈ കിട്ടിയിട്ടില്ല, അച്ഛൻ്റെ അമ്മേനെ ഈ ടച്ച് കിട്ടിയിട്ടില്ല. ടച്ച് കിട്ടി വളരുന്ന ആളുകൾക്ക് ഭയങ്കര എനർജിയാണ്, ഭയങ്കര പ്രാണനാണ്. ആ ടച്ചിലൂടെ പ്രാണൻ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ ഒരാളെ 1 മണിക്കൂർ സംസാരിച്ച് ആസ്വദിപ്പിക്കുന്നതിൽ എത്രയോ നല്ലതാണ് അയാളെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് മരിച്ചു കിടക്കുമ്പോൾ ചെന്നിട്ട് വിഷമിക്കണ്ട കേട്ടു, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. അങ്ങനെ 1 മണിക്കൂർ ക്ലാസ് എടുക്കും. അതിനെ അടി വാങ്ങിച്ചിട്ട് വരേണ്ടി വരും. അതുപോലത്തെ അവസ്ഥയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ കാര്യമൊന്നുമില്ല. പക്ഷെ ഒന്നും മിണ്ടാതെ ഒന്ന് ചേർത്ത് പിടിച്ചാലോ, സാരമില്ല, ചേർത്ത് പിടിച്ചു, ഒരാശ്വാസം. പ്രാണൻ ഒറ്റയിടിക്ക് മുദ്രകളിലൂടെ, അതിനെ മുദ്രകളുടെ പ്രാധാന്യം പൂജയിൽ വരുന്നത്. നമ്മൾ 1 മണിക്കൂർ ജപിക്കുന്നത് ചിലപ്പോൾ ഒരു മുദ്രയിലൂടെ പ്രാണനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. 1 മണിക്കൂർ തെറി പറഞ്ഞു, തിരിച്ച് ഇവനൊരു മുദ്ര കാണിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അടി കിട്ടുക. അത്ര എനർജി പമ്പ് ചെയ്ത് തിരിച്ച് ഇത്ര നേരം പറഞ്ഞത് ഇരട്ടി ദേഷ്യം, അതിന് പകയെ ചേർത്ത് തിരിച്ചു വരും. അതാണ് പ്രാണൻ, അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. മുദ്രകൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട്, ഇതിന്റെ ഒരു പ്രായോഗിക വശം എല്ലാം കൂടെ ചേർത്ത് കടഞ്ഞ് മുത്താക്കി ഒരു ഒറ്റ വരിയിൽ ഋഷി സന്നിവേശിച്ചിരിക്കുകയാണ് ഇവിടെ. ഇത്രയും ഡെപ്തിൽ സന്നിവേശിച്ചിരിക്കുകയാണ്. വക്തലക്ഷ്മി പരീവാഹ ചലൻ മീനാഭലോചന എന്നുള്ളൊരു ഒറ്റ നാമത്തിൽ. അപ്പൊ ഇത് മനസ്സിലാക്കി, ഇത് മനനം ചെയ്ത് ഇത് നമുക്ക് ഒരാഴ്ച മനനം ചെയ്യാം. ഈ പറഞ്ഞ എന്താണ്? അപ്പൊ അതിനകത്തിന് കുറെ കത്താൻ തുടങ്ങും, ഋഷിമാരെ അനുഗ്രഹിക്കാൻ തുടങ്ങും, ലോകത്രയ ഗുരുക്കന്മാർ ആക്റ്റീവ് ആവാൻ തുടങ്ങും. നമ്മുടെ ഉള്ളിൽ ഇന്റേണൽ ഗുരുക്കന്മാർ ആക്റ്റീവായിട്ട് നമുക്ക് ഗൈഡ് ചെയ്യാൻ തുടങ്ങും. അതാണ് ശ്രവണം, മനനം, നിധിധ്യാസം ആണ് വേണ്ടതെന്ന് പറഞ്ഞ് കേൾക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സത്സംഗത്തിൽ കേട്ടത് മനനം ചെയ്ത് ഉറപ്പിക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക. അതോടുകൂടി ശ്രവണം എന്ന നിധിധ്യാസത്തോടുകൂടി നമ്മൾ ക്രമേണ സമാധിയുടെ ആനന്ദാവസ്ഥയെ പ്രാപിക്കും. ആദിപരാശക്തി മഹാലളിതാ സുന്ദരിയുടെ അനുഗ്രഹം നമ്മളിൽ വർഷിക്കപ്പെടും പൂർണ്ണമായും. എല്ലാവർക്കും അതിനുള്ള ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവരുടെയും ഏകം ദേവി അനുഗ്രഹിക്കട്ടെ. ശ്രീമാത്രേ. നമ്മുടെ ഇന്ന് വായിക്കുന്നത് ഗായത്രി ചേച്ചിയാണ്, കാസർഗോഡ് അല്ലേ? കേൾക്കാൻ വയ്യ, മൈക്ക് ഓഫാണ് അല്ലേ? മൈക്ക് ഓഫാണ്. ഗായത്രി ചേച്ചിയുടെ മൈക്ക് ഓഫാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ, ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇന്ന് ഈ പേരുന്നാൾ വിട്ടവർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട്, ഗായത്രി ചേച്ചി ഒരു കവയിത്രിയാണ്, അതുപോലെ ആകാശവാണിയിലെ ഒരു വലിയ ആർട്ടിസ്റ്റാണ്. അപ്പൊ ദേവി, അപ്പൊ നമുക്ക് ആരംഭിക്കാം. ശ്രീമാത്രേ. ഓം ശ്രീ ലളിതാംബ ഗുരുപാദകം പൂജയാമി തർപ്പയാമി നമഃ. ഓം ഗം ഗണപതേ നമഃ. അസ്യ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ വശിന്യാദി വാഗ്ദേവതാ ഋഷയഃ അനുഷ്ടുപ് ഛന്ദഃ. ശ്രീലളിതാ പരമേശ്വരീ ദേവതാ ശ്രീമദ്വാഗ്ഭവകൂടേതി ബീജം മധ്യകൂടേതി ശക്തിഃ ശക്തികൂടേതി കീലകം മൂലപ്രകൃതിരിതി ധ്യാനം. ശ്രീലളിതാ മഹാത്രിപുരസുന്ദരി പ്രസാദ സിദ്ധിദ്വാരാ സകലചിന്തിത ഫലവ്യാപ്തർത്ഥേ ജപേ വിനിയോഗഃ. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലീ സ്ഫുരത് താരാനായകശേഖരാം സ്മിതമുഖീം ആപീനവക്ഷോരുഹാം പാണിഭ്യാം അളിപൂർണരത്നചഷകം രക്തോൽപലം വിഭ്രതിം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം.
ധ്യായേത് പത്മാസനസ്താം വികസിതവദനാം പത്മപത്രായദാക്ഷിം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസത്ഹേമ പത്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭേദാം ഭക്തനമ്രാം ഭവാനിം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുദാ സർവസമ്പത്പ്രദാത്രിം സകുങ്കുമവിലേപനാം അളികചുംബികസ്തൂരികാം സമന്ദഹസിദേക്ഷണാം സസരജാപപാശാങ്കുശാം അശേഷജനമോഹിനീം അരുണമാല്യഭൂഷാം പരാം ജപാകുസുമഭാസുരാം ജപവിധൗ സ്മരേദംബികാം അരുണാം കരുണാതരംഗിതാക്ഷിം ഹൃദപാശാങ്കുശപുഷ്പബാണചാപാം അണിമാദിഭിരാവൃതാം മയൂഖ്യൈഃ അഹമിത്യേവ വിഭാവേ ഭവാനിം. ഓം ശ്രീമാതാ ശ്രീമഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡസംഭൂതാ ദേവകാര്യസമുദ്യതാ ഉദ്യത്ഭാനുസഹസ്രാഭാ ചതുർബാഹുസമന്വിതാ രാഗസ്വരൂപപാസാഢ്യാ ക്രോധാകാരാങ്കുശോജ്വലാ മനോരൂപേക്ഷു കോദണ്ഡാ പഞ്ചതന്മാത്രസായകാ നിജാരുണപ്രഭാപൂരമജ്ജബ്രഹ്മാണ്ഡമണ്ഡലാ ചമ്പകാശോകപുന്നാക സൗഗന്ധികലസത്കജാ കുരുവിന്ദമണിശ്രേണീ കനത്കോടീരമണ്ഡിതാ അഷ്ടമീചന്ദ്രവിഭ്രാജദളികസ്ഥലശോഭിതാ മുഖചന്ദ്രകളങ്കാഭാ മൃഗനാഭിവിശേഷകാ വദനസ്മരമാംഗല്യാ ഗൃഹതോരണചില്ലികാ വക്ത്രലക്ഷ്മീ പരിവാഹച്ചലന്മീനാഭലോചനാ നവചമ്പകപുഷ്പാഭാ നാസാദണ്ഡവിരാജിതാ താരാകാന്തി തിരസ്കാരി നാസാഭരണഭാസുരാ കദംബമഞ്ജരീക്ലിപ്തകർണപൂരമനോഹരാ താടങ്കയുഗളീഭൂതാ തപനോടുപമണ്ഡലാ പത്മരാഗശിലാദർശ പരിഭാവി കപോലഭൂഃ നവവിദ്രുമബിംബശ്രീ നെക്കാരിരദനച്ഛദാ ശുദ്ധവിദ്യാങ്കുരാകാര ദ്വിജപങ്ക്തിദ്വയോജ്വലാ കർപ്പൂരവീടികാമോദ സമാകർഷദിഗന്ധരാ നിജസല്ലാപമാധുര്യാ വിനിർഭത്സിതകച്ഛവി മന്ദസ്മിത പ്രഭാപൂരമജ്ജത്കാമേശമാനസാ അനാകലിതസാദൃശ്യ ചിബുകശ്രീ വിരാജിതാ കാമേശബദ്ധമാംഗല്യ സൂത്രശോഭിതകന്ധരാ കനകാംഗദകേയൂര കമനീയ ഭുജാന്വിതാ രത്നഗ്രൈവേയ ചിന്താകലോലമുക്താഫലാന്വിതാ കാമേശ്വര പ്രേമരത്നമണിപ്രതിപണസ്തനീ നാഭ്യാലവാല രോമാളീലതാ ഫലകുജദ്വയീ ലക്ഷ്യരോമലതാധാരതാ സമുന്നേയ മധ്യമാ സ്തനഭാരതളന്മധ്യ പട്ടബന്ധവലിത്രയാ അരുണാരുണാ കൗസുംഭവസ്രഭാസ്വതി രത്നകിങ്കിണികാരമ്യരസനാദാമഭൂഷിതാ കാമേശജ്ഞാത സൗഭാഗ്യമാർദ്ദവോരുദ്വയാനിതാ മാണിക്യമൗഡാകാരാ ജാനുദ്വയ വിരാജിതാ ഇന്ദ്രഗോപരിഷിപ്ത സ്മരത്തൂണാഭജംഘികാ ഗുഡഗുൽഫാകൂർമപൃഷ്ടജയിഷ്ണു പ്രവദാന്വിതാ നഖദീധീരീ സജ്ജന്ന നമജ്ജനത്തമോ ഗുണ പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹാ സിഞ്ചാനമണിമഞ്ജീര മണ്ഡിത ശ്രീപദാംബുജാ മരാളീമന്ദഗമനാ മഹാലാവണ്യ സേവതിഃ സർവാരുണാനവദ്യാംഗീ സർവാഭരണഭൂഷിതാ ശിവകാമേശ്വരാംഗസ്താ ശിവാ സ്വാധീനവല്ലഭാ സുമേരുമധ്യശൃംഗസ്താ ശ്രീമന്നഗരനായികാ ചിന്താമണിഗൃഹാന്തസ്ഥാ പഞ്ചബ്രഹ്മാസനസ്ഥിതാ മഹാപത്മാടവീ സംസ്ഥാ കദംബവനവാസിനി സുധാസാഗരമധ്യസ്ഥാ കാമാക്ഷി കാമദായിനി ദേവർഷീഗണസംഘാതസ്തൂയമാനാത്മവൈഭവാ ഭണ്ഡാസുരവധോദ്യുക്ത ശക്തിസേനാ സമന്വിതാ സമ്പത്കരീ സമാരൂഢ സിന്ദുരവ്രജസേവിതാ അശ്വാരൂഢാധിഷ്ഠിതാശ്വകോടികോടിഭിരാവൃതാ ചക്രരാജരഥാരൂഢ സർവ ആയുധ പരിഷ്കൃതാ ഗേയചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിതാ ഗിരിചക്രരഥാരൂഢദണ്ഡനാഥാ പുരസ്കൃതാ
ജ്വാലാമാലിന്യകാക്ഷിപ്ത വന്യപ്രാകാരമധ്യക ഭണ്ഡ സൈന്യമഥോദുക്ത ശക്തി വിക്രമഹർഷിത നിത്യാപരാക്രമാടോപ നിരീക്ഷണ സമുത്സുക ഭണ്ഡപുത്രവധോദുക്ത ബാല വിക്രമനന്ദിത മന്ത്രിണ്യംബാവിരജിത വിശങ്കവദതോഷിത വിശുക്രപ്രാണഹരണ വാരാഹി വീര്യനന്ദിത കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര മഹാഗണേശ നിർഭിന്ന വിഘ്നേന്ദ്ര പ്രഹർഷിത ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്രവർഷിണി കരാങ്കുലീനഖോൽപ്പന്ന നാരായണ ദശാകൃതി മഹാപാശുപതാസ്ത്രാക്ഷി നിർദ്ധക്താസുര സൈനിക കാമേശ്വരാസ്ത്ര നിർദ്ധക്ത സഭണ്ഡാസുര ശൂന്യക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്തുത വൈഭവ ഹരനേത്രാഗ്നി സന്ദഗ്ധ കാമ സഞ്ജീവനൌഷധി ശ്രീമദ്വാഗ്ഭവഗൂഢൈക സ്വരൂപമുഖപങ്കജ കണ്ഡാഭാകടിപര്യന്ത മധ്യഗൂഢസ്വരൂപിണി ശക്തിഗൂഢൈക താപന്യ കഠ്യതോ ഭാഗധാരിണി മൂലമന്ത്രാത്മിക മൂലഗൂഢത്രയകളേബര കുലാമൃതൈകരസിക കുലസങ്കേതപാലിനി കുലാംഗനാ കുലാന്തസ്ഥ കൗളിനി കുലയോഗിനി അകുലാ സമയാന്തസ്ഥ സമയാചാരതൽപര മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരുദിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി തടില്ലതാ സമരുചി ഷട്ചക്രോപരി സംസ്ഥിത മഹാശക്തി കുണ്ടലിനി വിസതന്തുതനീയസി ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യകുഠാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തിർഭക്ത സൗഭാഗ്യദായിനി ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യ ഭയാപഹ ശാംഭവീ ശാരദാരാധ്യ സർവാണി സർവദായിനി ശാംഖരി ശ്രീകരി സാധ്വി ശരച്ചന്ദ്ര നിഭാനന ശാദോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപപ്ലവ നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര നിഷ്കാരണ നിഷ്കളങ്ക നിരുപാധിർനിരീശ്വര നീരാകാരാഗമദന നിർമ്മദാമദനാശിനി നിശ്ചിന്ത നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിർമ്മമാ മമതാഹന്ത്രി നിഷ്പാപ പാപനാശിനി നിഷ്ക്രോധ ക്രോധശമനി നിർലോഭാലോഭനാശിനി നിസ്സംശയ സംശയഗ്നി നിർഭവാ ഭവനാശിനി നിർവികൽപ നിരാബാധ നിർഭേദ ഭേദനാശിനി നിർനാശ മൃത്യുമഥിനി നിഷ്ക്രിയ നിഷ്പരിഗ്രഹ നിസ്തൂല നീലജിഗുര നിരപായ നിരത്യയ ദുർലഭ ദുർഗമ ദുർഗ ദുഃഖഹന്ത്രി സുഖപ്രദ ദുഷ്ടദുരാ ദുരാചാര ശമനി ദോഷവർജിത സർവജ്ഞ സാന്ദ്രകരുണ സമാനാധികവർജിത സർവശക്തിമയീ സർവമംഗള സദ്ഗതിപ്രദ സർവേശ്വരീ സർവമയീ സർവമന്ത്രസ്വരൂപിണി സർവയന്ത്രാത്മിക സർവതന്ത്ര രൂപാ മനോന്മണി മാഹേശ്വരി മഹാദേവി മഹാലക്ഷ്മിർമൃഡപ്രിയ മഹാരൂപ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തിർമഹാരഥി മഹാഭോഗ മഹൈശ്വര്യ മഹാവീര്യ മഹാബല മഹാബുദ്ധിർമഹാസിദ്ധിർമഹായോഗീശ്വരേശ്വരി മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന മഹായാഗക്രമാരാധ്യ മഹാഭൈരവപൂജിത മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി മഹാകാമേശ മഹിഷി മഹാത്രിപുര സുന്ദരി ചതുഷ്ഷ്ടിപദാരാധ്യ ചതുഷ്ഷ്ടികലാമയീ മഹാചതുഷ്ഷ്ടികോടി യോഗിനി ഗണസേവിത മനുവിദ്യാ ചന്ദ്രവിദ്യാ ചന്ദ്രമണ്ഡലമധ്യക ചാരുരൂപ ചാരുഹാസ ചാരുചന്ദ്രകലാധര ചരാചര ജഗന്നാഥ ചക്രരാജനികേതന പാർവതീ പത്മനയന പത്മരാഗ സമപ്രഭ പഞ്ചപ്രേതാസ്വരാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയീ പരമാനന്ദ വിജ്ഞാന ഘനരൂപിണി ധ്യാനധ്യാതൃധ്യേ രൂപ ധർമാധർമ്മ വിവർജിത വിശ്വരൂപ ജാഗരണി സ്വബന്ധി തൈജസാത്മിക സുപ്ത പ്രാജ്ഞാത്മിക തുര്യ സർവാവസ്ഥ വിവർജിത സൃഷ്ടികർत्री ബ്രഹ്മരൂപ ഗോത്രി ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധാനഗരീശ്വരി സദാശിവാനുഗ്രഹദ പഞ്ചകൃത്യപരായണ ഭാനുമണ്ഡലമധ്യസ്ഥ ഭൈരവീ ഭഗമാലിനി
പത്മാസനാ ഭഗവതി പത്മനാഭ സഹോദരീ ഉന്മേഷ നിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവലി സഹസ്രശീർഷവദന സഹസ്രാക്ഷി സഹസ്രപാദ് ആ ബ്രഹ്മകീടജനനീ വർണ്ണാശ്രമ വിധായിനി നിജാജ്ഞാരൂപനിഗമാ പുണ്യ പുണ്യഫലപ്രദാ ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജധൂളിക സകലാഗമ സന്തോഷ ശുക്തി സമ്പുടമൗക്തിക പുരുഷാർത്ഥ പ്രദാപൂർണ ഭോഗിനി ഭുവനേശ്വരി അംബികാനാദിനിധന ഹരിബ്രഹ്മേന്ദ്ര സേവിത നാരായണീ നാദരൂപ നാമരൂപ വിവർജിത ഹ്രീങ്കാരി ഹ്രീമതി ഹൃദ്യ ഹേയോപാദേയ വർജിത രാജരാജാർച്ചിത രാജ്ഞീ രമ്യ രാജീവലോചന രഞ്ജിനി രമണീരസ്യാരണ കിങ്കിണി മേഖല രമാ രാഗേന്ദുവദന രതിരൂപാരതിപ്രിയ രക്ഷാകരീ രാക്ഷസഗ്നി രാമ രമണലംബട കാമ്യാ കാമകലാരൂപ കദംബ കുസുമപ്രിയ കല്യാണി ജഗദീഗന്ധ കരുണാരസസാഗര കലാവതി കലാലാപാകാന്ത കാദംബരി പ്രിയ വരദാ വാമനയന വാരുണീ മദവിഹ്വല വിശ്വാധികാ വേദവേദ്യ വിന്ധ്യാചല നിവാസിനി വിധാത്രീ വേദജനനി വിഷ്ണുമായ വിലാസിനി ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്ര ക്ഷേത്രജ്ഞപാലിനി ക്ഷയവൃദ്ധി വിനുർമുക്ത ക്ഷേത്രപാല സമർച്ചിത വിജയാ വിമലാ വന്ദ്യ വന്ദാരുജനവത്സല വാഗ്വാദനി വാമകേശി വന്നി മണ്ഡലവാസിനി ഭക്തിമൽക്കൽപ്പലതിക പശുപാശ വിമോചിനി സംഹൃതാശേഷവാഷണ്ട സദാചാര പ്രവർത്തിക താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക തരുണീ താപസാരാധ്യ തനുമധ്യാതമോപഹ ചിരീസ്തത്പദലക്ഷ്യാത്ത ചിരേകരസ്വരൂപിണി സ്വാത്മാനന്ദവിഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി പരാപ്രത്യക്ചിതിരൂപ പശ്യന്തി പരദേവത മധ്യമാ വൈഖരീരൂപ ഭക്തമാനസഹംസിക കാമേശ്വര പ്രാണനാഡി കൃതജ്ഞ കാമപൂജിത ശൃംഗാരരസ സമ്പൂർണ ജയ ജാലന്ധരസ്ഥിത ഓഢ്യാണപീഠനിലയ ബിന്ദുമണ്ഡലവാസിനി രഹോയാഗക്രമാരാധ്യ രഹസ്തർപ്പണതർപ്പിത സദ്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷിവർജിത ഷഡംഗദേവതായുക്ത ഷഡ്ഗുണ്യ പരിപൂരിത നിത്യക്ലിന്ന നിരുപമ നിർവാണ സുഖദായിനി നിത്യഷോഡശികാരൂപ ശ്രീകണ്ഠാർത്ഥശരീരിണി പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി മൂലപ്രകൃതി വ്യക്ത വ്യക്ത വ്യക്തസ്വരൂപിണി വ്യാപിനി വിവിധാകാര വിദ്യാ വിദ്യാസ്വരൂപിണി മഹാകാമേശനയന കുമുദാഹ്ലാദ കൗമുദി ഭക്തഹാർദത്തമോഭേദ ഭാനുമത്ഭാനുസന്തതി ശിവദൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവങ്കരി ശിവപ്രിയ ശിവപരാ ശിഷ്ടേഷ്ട ശിഷ്ടപൂജിത അപ്രമേയ സുപ്രകാശ മനോവാചാമഗോചര ചിച്ഛക്തിച്ഛേദനാരൂപ ജഡച്ചക്തിർജഡാത്മിക ഗായത്രി വ്യാഹൃതി സന്ധ്യ നിജ വൃന്ദതിഷേവിത തത്വാസന തത്വമയീ പഞ്ചകോശാന്തരസ്ഥിത നിസ്സീമ മഹിമാ നിത്യ യൗവനാ മദശാലിനി മദഘൂർണിതരക്താക്ഷി മദപാടല ഗണ്ഡഭൂഹു ചന്ദനദ്രവ വിക്താംഗീ ചാമ്പേയ കുസുമപ്രിയ കുശലാ കോമളാകാര കുരുകുല്ലാകുലേശ്വരി കുളകുണ്ടാലയാഗൗള മാർഗതൽപര സേവിത കുമാരഗണനാഥാംബ തുഷ്ടിപുഷ്ടിർമദൃഥിതി ശാന്തി സ്വസ്തിമതി കാന്തി നന്ദിനി വിഘ്നനാശിനി തേജോപതി ത്രിനയന ലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാ മലയാചലവാസിനി സുമുഖി നളിനി സുഭ്രു ശോഭന സുരനായിക കാലകണ്ഡി കാന്തിമതി ക്ഷോഭിണി സൂക്ഷ്മരൂപിണി വജ്രേശ്വരി വാമദേവി വയോവസ്ഥാ വിവർജിത സിദ്ധേശ്വരി സിദ്ധവിദ്യ സിദ്ധമാതാ യശസ്വിനി വിശുദ്ധിചക്രനിലയ രക്തവർണ ത്രിലോചന ഖഡ്ഗംഗാദിപ്രഹരണ വദനൈക സമന്വിത പായസാന്ന പ്രിയാ ത്വക്സ്ഥ പശുലോകഭയങ്കരി അമൃതാദിമഹാശക്തി സംവൃത ഡാകിനീശ്വരി അനാഹതാബ്ജനിലയ ശ്യാമാഭാവദനദ്വയ ദംഷ്ട്രോജ്വലാക്ഷമാലാദിധരാരുദ്ര സംസ്ഥിത കാളരാത്യാദിശക്ത്യൗഖവൃത സ്നിഗ്ധൗദനപ്രിയ മഹാവീരേന്ദ്രവരദ രാഗിണ്യംബാസ്വരൂപിണി മണിപൂരാബ്ജനിലയ വദനത്രയ സംയുത വജ്രാദികായുധോപേത ഡാമര്യാദിഭിരാവൃത രക്തവർണാമാംസനിഷ്ഠ ഗുഢാന പ്രീതമാനസ സമസ്ത ഭക്ത സുഖദ ലാകിന്യംബാസ്വരൂപിണി സ്വാദിഷ്ടാനാംബുജഗദ ചതുർഭക്ത മനോഹര ശൂലാദ്യായുധ സമ്പന്ന പീതവർണാദിഗർവിത മേധോനിഷ്ഠ മധുപ്രീത ബന്ധിന്യാദിസമന്വിത ദധ്യന്നാസക്ത ഹൃദയ കാകിനി രൂപധാരിണി
മൂലാധാരാംബുജാരൂഢ പഞ്ചവക്ത്രാസ്തി സംസ്ഥിത അങ്കുശാദിപ്രഹരണ വരദാദി നിഷേവിത മുക്തൗതനാസക്തയുക്ത സാകിന്യാംബാസ്വരൂപിണി ആജ്ഞാചക്രാബ്ജനിലയ ശുക്ലവർണാഷടാനന മജ്ജാ സംസ്ഥാഹംസവതി മുഖ്യശക്തി സമന്വിത ഹരിദ്രാനൈകരസിക ഹാഗിനി രൂപധാരിണി സഹസ്രദള പത്മസ്ഥ സർവവർണോപശോഭിത സർവ ആയുധധര ശുക്ല സംസ്ഥിത സർവതോമുഖി സർവോദന പ്രീതയുക്ത യാകിന്യാംബാസ്വരൂപിണി സ്വാഹാ സദാ മധുർമേധ ശ്രുതി സ്മൃതിനുത്തമ പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണകീർത്തന പുലോമജാർച്ചിതാബന്ധമോചിനി ബർബരാളക വിമർശരൂപിണി വിദ്യ വേദാദി ജഗത്പ്രസു സർവവ്യാധി പ്രശമനി സർവമൃത്യു നിവാരിണി അഗ്രഗണ്യാചിന്യരൂപാകലി കൽമഷനാശിനി കാർത്യായനി കാലഹന്ത്രി കമലാക്ഷ നിഷേവിത താംബൂലപൂരിതമുഖി ദാഡിമീ കുസുമപ്രഭ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാനി മിത്രരൂപിണി നിത്യതൃപ്ത ഭക്തനിധി നിയന്ത്രി നിഖിലേശ്വരി മൈത്രാദിവാസനാലഭ്യ മഹാപ്രളയ സാക്ഷിണി പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാനഘനരൂപിണി മാധീപാനലസാമക്ത മാതൃകാവർണരൂപിണി മഹാകൈലാസ നിലയ മൃണാള മൃദുദോർലത മഹനീയാദയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത ശ്രീ ഷോഡശാക്ഷരി വിദ്യ ത്രികൂട കാമകോടിക കടാക്ഷകിങ്കരീഭൂത കമലാകോടി സേവിത ശിരസ്ഥിത ചന്ദ്രനിഭ ഭാലസ്ഥേന്ദ്രധനുപ്രഭ ഹൃദയസ്ഥാര വിപ്രഖ്യ ത്രികോണാന്തര ദീപിക ദാക്ഷായണീ ദൈത്യഹന്ത്രി ദക്ഷയജ്ഞവിനാശിനി ധരാന്തോളിത ദീർഘാശീധരഹാസോജ്വലന്മുഖി ഗുരുമൂർത്തി ഗുണനിധി ഗോമാത ഗുഹജന്മഭൂ ദേവേശി ദണ്ഡനിധിസ്ഥാ ദഹരാകാശരൂപിണി പ്രതിപന്മുഖ്യാരാകാന്തസ്ഥിതി മണ്ഡലപൂജിത കലാത്മിക കലാനാഥ കാവ്യാലാപ വിനോദിനി സചാമര രമാവാണി സവ്യദക്ഷിണ സേവിത ആദിശക്തിരമേ ആത്മാ പരമാ പാവനാകൃതി അനേക കോടി ബ്രഹ്മാണ്ഡ ജനനി ദിവ്യ വിഗ്രഹ ക്ലിംഗാരി കേവല ഗുഹ്യ കൈവല്യപദദായിനി ത്രിപുരാ ജഗദ്വന്ദ്യ ത്രിമൂർത്തി ത്രിദശേശ്വരി രക്ഷരീ ദിവ്യഗന്ധാഢ്യ സിന്ദൂര തിലകാഞ്ചിത ഉമാശൈലേന്ദ്രതനയാ ഗൗരി ഗന്ധർവസേവിത വിശ്വഗർഭ സ്വർണഗർഭ വരദ വാഗതീശ്വരി ധ്യാനഗമ്യ പരിച്ഛേദ ജ്ഞാനദ ജ്ഞാന വിഗ്രഹ സർവവേദാന്ത സംവേദ്യ സത്യാനന്ദ സ്വരൂപിണി ലോപാമുദ്രാർച്ചിത ലീലാക്ലിപ്ത ബ്രഹ്മാണ്ഡ മണ്ഡല അദൃശ്യ അദൃശ്യരഹിത വിജ്ഞാത്രി വേദ്യവർജിത യോഗിനി യോഗദ യോഗ്യ യോഗാനന്ദ യുഗന്ധര ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി സർവാധാര സുപ്രതിഷ്ഠ സദസദ്രൂപധാരിണി അഷ്ടമൂർത്തി അജാജൈത്രി ലോകയാത്രാ വിധായിനി ഏകാഗ്നി ഭൂമരൂപ നിർദ്വൈദ്വൈതവർജിത അന്നദാ വസുധാ വൃദ്ധ ബ്രഹ്മാത്മൈക്യസ്വരൂപിണി ബൃഹതി ബ്രാഹ്മണി ബ്രാഹ്മി ബ്രഹ്മാനന്ദ ബലിപ്രിയ ഭാഷാരൂപ ബൃഹത്സേന ഭാവ ഭാവ വിവർജിത സുഖാരാധ്യ ശുഭകരി ശോഭന സുലഭാഗതി രാജരാജ്യേശ്വരി രാജ്യദായിനി രാജ്യവല്ലഭ രാജകൃപാ രാജപീഠ നിവേശിതാശ്രിത രാജ്യലക്ഷ്മി കോശനാഥ ചതുരംഗബലേശ്വരി സാമ്രാജ്യദായിനി സത്യസന്ധ സാഗരമേഖല ദീക്ഷിതാ ദൈത്യശമനി സർവലോകവശങ്കരി സർവാർത്ഥദാത്രി സാവിത്രി സച്ചിദാനന്ദരൂപിണി ദേശകാലാപരിച്ഛിന്ന സർവദാ സർവമോഹിനി സരസ്വതി ശാസ്ത്രമയി ഗുഹാംബ ഗുഹ്യരൂപിണി സർവോപാധി വിനിർമുക്ത സദാശിവപതിവ്രത സമ്പ്രദായേശ്വരി സാധ്വി ഗുരുമണ്ഡലരൂപിണി കുലോത്തീർണ ഭഗാരാധ്യ മായ മധുമതീമഹി ഗണാംബ ഗുഹ്യകാരാധ്യ കോമളാംഗി ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തിരൂപിണി സനകാദി സമാരാധ്യ ശിവജ്ഞാനപ്രദായിനി ചിത്കലാനന്ദകലിക പ്രേമരൂപ പ്രിയങ്കരി നാമപാരായണ പ്രീത നന്ദി വിദ്യാ നടേശ്വരി മിഥ്യാ ജഗദധിഷ്ഠാന മുക്തിദാ മുക്തിരൂപിണി ലാസ്യപ്രിയ ലേഖരി ലജ്ജാരംഭാതിവന്ദിത ഭവതാവസുധാ വൃഷ്ടി പാപാരണ്യദവാനല ദൗർഭാഗ്യത്തുലവാതൂല ജരാധ്വാന്തര വിപ്രഭ ഭാഗ്യാബ്ധിചന്ദ്രികാ ഭക്തചിത്തകേകീഖനാഖന രോഗപർവതദംഭോളി മൃത്യുദാരുകുഠാരിക മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാശന അപർണ ചണ്ഡികാ ചണ്ഡമുണ്ടാസുര നിഷൂദിനി ക്ഷരാക്ഷരാത്മിക സർവലോകേശി വിശ്വധാരിണി
ത്രിവർഗധാത്രീ സുഭഗ ത്രംബക ത്രിഗുണാത്മിക സ്വർഗാപവർഗദാ ശുദ്ധ ജപ പുഷ്പനിഭാകൃതി ഓജോപരീതുദിദ്ധരാജ്ഞരൂപ പ്രിയവ്രത ദുരാരാധ്യ ദുരാധർഷ പാടലീ കുസുമപ്രിയ മഹതീ മേരുനിലയ മന്ദാര കുസുമപ്രിയ വീരാരാധ്യ വിരാട് രൂപ വിരജ വിശ്വതോമുഖി പ്രത്യഗ്രൂപ പരാകാശ പ്രാണദ പ്രാണരൂപിണി മർത്താണ്ഡ ഭൈരവാരാധ്യ മന്ത്രിണ്യസ്ഥിരാധ്യതൂഹു ത്രിപുരീശീ ജയസ്തേന നിത്രൈ ഗുണ്യാപരാപര സത്യജ്ഞാനാനന്ദരൂപ സാമരസ്യ പരായണ കബർദിനി കലാമാല കാമധൂക്കാമരൂപിണി കലാനിധി കാവ്യകലാരസജ്ഞ രസസേവതി പുഷ്ടാ പുരാതന പൂജ്യ പുഷ്കര പുഷ്കരേക്ഷണ പരം ജ്യോതി ഭരന്ധാമ പരമാണുപരാത്പര പാശഹസ്ത പാശഹന്ത്രി പരമന്ത്ര വിഭേദിനി മൂർത്താമൂർത്ത നിത്യ തൃപ്ത മുനിമാനസ ഹംസിക സത്യപ്രദാ സത്യരൂപ സർവന്തര്യാമണീ സതി ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപാ ബുധാർച്ചിത പ്രസവിത്രീ പ്രചണ്ഡാജ്ഞ പ്രതിഷ്ഠ പ്രകടാകൃതി പ്രാണേശ്വരി പ്രാണധാത്രി പഞ്ചാശത് പീഠരൂപിണി വിശൃംഖലാ വിവിക്തസ്ഥ വീരമാതാ വിയൽപസു മുകുന്ദ മുക്തിനിലയ മൂല വിഗ്രഹരൂപിണി ഭാവജ്ഞ ഭവരോഗഗ്നി ഭവചക്ര പ്രവർത്തിനി ഛന്ദസാര ശാസ്ത്രസാര മന്ത്രസാര തലോദരി ഉദാരകീർത്തിരുദ്ധാമ വൈഭവ വർണ്ണരൂപിണി ജന്മമൃത്യുജരാതപ്ത ജനവിശ്രാന്തിദായിനി സർവോപനിഷാദുൽകുഷ്ട ശാന്ത്യാതീത കലാത്മിക ഗംഭീര ഗഗനാന്തസ്ഥ ഗർവിത ഗാനലോലുപ കൽപ്പനാരഹിത കാഷ്ട കാന്ത കാന്താർത്ഥ വിഗ്രഹ കാര്യകാരണ നിർമുക്ത കാമകേളിതരംഗിത കനൽക്കനകതാടങ്കാലീല വിഗ്രഹധാരിണി അജാക്ഷേപനുർമുക്ത മുക്ത ക്ഷിപ്ര പ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ ത്രയീതൃവർഗ നിലയ തൃസ്ഥ ത്രിപുരമാലിനി നിരാമയ നിരാലംബ സ്വാത്മാ രാമാ സുധാസതി സംസാരഭംഗ നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയാജ്ഞകത്തി യജമാനസ്വരൂപിണി ധർമാധാരാധനാധ്യക്ഷ ധനധാന്യ വിവർദ്ധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിശ്വപ്രാസ വിദ്രുമാഭ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോനിർയോനി നിലയ കുടസ്ഥ കുലരൂപിണി വീരഗോഷ്ഠിപ്രിയ വീര നൈഷ്കർമ്മ്യനാഥരൂപിണി വിജ്ഞാനകലനാകല്യ വിദഗ്ധ ബൈന്ധവാസന തത്വാധികാതത്വമയീ തത്വമർത്ഥസ്വരൂപിണി സാമഗാനപ്രിയ സൗമ്യ സദാശിവകുടുംബിനി സവ്യാപ സവ്യമാർഗസ്ഥ സർവ ആപദ്വിനിവാരിണി സ്വസ്ഥാ സ്വഭാവമധുര ധീരാധീര സമർച്ചിത ചൈതന്യാഖ്യ സമാരാധ്യ ചൈതന്യ കുസുമപ്രിയ സദോദിത സദാ തുഷ്ട തരുണാദിത്യ പാടല ദക്ഷിണാദക്ഷിണാരാധ്യ ധരസ്മേര മുഖാംബുജ കൗലിനി കേവലാനർഘ്യ കൈവല്യ പദദായിനി സ്തോത്രപ്രിയ സ്തുതിമതി ശ്രുതി സംസ്കൃത വൈഭവ മനസ്വിനി മാനവതി മഹേഷി മംഗളാകൃതി വിശ്വമാതാ ജഗദ്ധാത്രി വിശാലാക്ഷി വിരാഗിണി പ്രഗൽഭ പരമോദാര പരാമോദ മനോമയി വ്യോമകേശി വിമാനസ്ഥ വജ്രിണി വാമകേശ്വരി പഞ്ചയജ്ഞപ്രിയ പഞ്ചപ്രേത മഞ്ചാതിശായിനി പഞ്ചമീ പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി ശാശ്വതി ശാശ്വതൈശ്വര്യ സർവദാ ശംഭുമോഹിനി ധരാധരസുധാധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി ലോകാതീത ഗുണാതീത സർവാതീത ശമാത്മിക ബന്ധുക കുസുമപ്രഖ്യ ബാലാ ലീലാ വിനോദിനി സുമംഗലി സുഖകരി സുവേഷാഢ്യ സുവാസിനി സുവാസന്നർച്ചന പ്രീത ശോഭനാ ശുദ്ധമാനസ ബിന്ദുതർപ്പണ സന്തുഷ്ട പൂർവജ ത്രിപുരാംബിക ദശമുദ്ര സമാരാധ്യ ത്രിപുരാ ശ്രീവശങ്കരി ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയ സ്വരൂപിണി യോനിമുദ്ര ത്രികണ്ഠേശി ത്രിഗുണാംബ ത്രികോണക അനഘാത്ഭുത ചാരിത്ര വാഞ്ചിതാർത്ഥപ്രദായിനി അഭ്യാസാദിശേജ്ഞാത ഷഡധ്വാതീതരൂപിണി അവ്യാജ കരുണാമൂർത്തി ജ്ഞാനധ്വാന്ത ദീപിക ആബാലഗോപ വിവിധ സർവാനുല്ലംഘ്യ ശാസന ശ്രീചക്രരാജനിലയ ശ്രീമത് ത്രിപുരസുന്ദരി ശ്രീ ശിവ ശിവശക്ത്യൈക്യരൂപിണി ലളിതാംബിക ഏവം ശ്രീലളിതാദേവ്യാം നാംനാം സാഹസ്രകം ജഗു ഇതി ശ്രീലളിതാ സഹസ്രനാമസ്തോത്രം സമ്പൂർണം. ഓം ശ്രീലളിതാംബികായൈ നമഃ.
ഓം പരാശക്തിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വര. രക്ഷ രക്ഷ മഹേശ്വരി. രക്ഷ രക്ഷ കരുണാമയീ. രക്ഷ രക്ഷ ജഗദീശ്വരി. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതം അവിഹിതം വ സർവമേതക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. സ്വസ്തി പ്രജാഭ്യാ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീശ. ഗോബ്രഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. സർവലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.